അധികാരം പിടിച്ചെടുത്തുവെന്ന ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പേ നിയമവും നീതിയും ബി.ജെ.പിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിയമലംഘനത്തിന് ഉത്തരവാദികളായാൽ പിഴയടക്കേണ്ടി വരും. പിഴയടച്ചാൽ രാഷ്ട്രീയ നാണക്കേടും മറ്റു പാർട്ടികളുടെ കളിയാക്കലുകളും ഉറപ്പ്. ഇരട്ട പ്രതിസന്ധിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ബി.ജെ.പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും സംബന്ധിച്ച് ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പാർട്ടിക്കെതിരെ ചുമത്തിയ പിഴയാണ് ഭരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയത്. നിയമത്തിന്റെ വഴിയെ നടക്കുന്ന പാർട്ടി എന്ന അവകാശവാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് നിന്ന് പുറത്തുവരുന്നത്. പിഴയടച്ചില്ലെങ്കിൽ അത് നിയമലംഘനവും അടച്ചാൽ അഭിമാനക്ഷതവുമാവുമെന്നതാണ് സ്ഥിതി. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അനുമതിയില്ലാതെ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചതിന് ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമത്തിയ പിഴ അടയ്ക്കണോ അടയ്ക്കണ്ടയോ എന്ന തീരുമാനത്തിൽ ഇനിയും ബി.ജെ.പി. നേതൃത്വം എത്തിയിട്ടില്ല. തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷൻ തങ്ങൾക്കെതിരെ പിഴ ചുമത്തിയതിന്റെ ക്ഷീണം ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിക്ക് വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിഴ ഒടുക്കുന്ന കാര്യത്തിൽ രണ്ടു മനസ്സ് വന്നിരിക്കുന്നത്. പിഴ ഒടുക്കാതിരിക്കാനാവില്ല എന്ന് അറിയാമെങ്കിലും അങ്ങനെ ചെയ്താൽ അത് പാർട്ടിക്ക് മറ്റു പാർട്ടിക്കാരുടെ മുന്നിൽ ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല എന്ന് ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പിഴയടയ്ക്കുന്നതിൽ കാലതാമസം വന്നിരിക്കുന്നത്. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി 5 ദിവസമായിട്ടും ഇതുവരെ പിഴയടച്ചിട്ടില്ല. വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചത് ചൂണ്ടിക്കാട്ടി 19.97 ലക്ഷം രൂപ പിഴ 2 ദിവസത്തിനകം അടയ്ക്കണമെന്ന് കാട്ടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ റവന്യൂ ഓഫീസർ 23 നോട്ടീസ് നൽകിയത്. 2 ദിവസത്തിനുള്ളിൽ പിഴത്തുക അടച്ച് തുടർ നടപടികൾ ഒഴിവാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ബി.ജെ.പിക്ക് നോട്ടീസ് അയച്ചത്. പിഴ നോട്ടീസിന്റെ പകർപ്പ് സഹിതം കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ 3 പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. കന്റോൺമെന്റ്, തമ്പാനൂർ, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുള്ളത്. കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുത്ത പരിപാടിയുടെ പ്രചരണാർത്ഥം ബോർഡുകൾ സ്ഥാപിച്ചതിനും കോർപ്പറേഷൻ ബി.ജെ.പിക്ക് 36,000 രൂപയുടെ പിഴ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിഴയടച്ചില്ലെങ്കിൽ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളതിനാൽ തൽക്കാലം ഇക്കാര്യത്തിൽ മസില് പിടുത്തം വേണ്ടെന്നും പിഴയൊടുക്കുന്നതാണ് നല്ലതെന്നും ജില്ലാ കമ്മിറ്റിക്ക് വിദഗ്ധോപദേശം ലഭിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് അധികാരത്തിലേറിയ ഉടൻ തന്നെ ഉണ്ടായ ഈ കല്ലുകടി പാർട്ടിയിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്.